بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انزل حوادثنا وشفيعنا مصطفى محمد والى امراض نبينا وهذا خاصه والى حوض من كفنوا في حول هذه مسجدنا عامه അദ്ദേഹത്തെ ആശയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് മക്കാസ് അവർ, നമ്മുടെ ചീഫ് ഇമാം മൂസ ഉസ്താദ് അവർ, അസിസ്റ്റന്റ് ഇമാം, മറ്റ് മൗലവികളെ, നാട്ടുകാർ, മഹല്ലങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പുതിയ അധ്യയന വർഷത്തിന്റെ മദ്രസ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഫലം നമ്മുടെ റിസൾട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും ഭയങ്കരവും ബഹുമാന്യമായ മഹല്ല ഖത്തീബ് മൂസ ഉസ്താദ് അവരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങുകളും ഇല്ലാത്ത ചടങ്ങുകൾക്കൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. വീട്ടിലെന്തെങ്കിലും വിവാഹാലോചനകളോ അതല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നടന്നാൽ അതിന്റെ തുടക്കം മുതൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്കൊക്കെ നമുക്ക് മാമൂലുകളുണ്ട്. മാമൂല് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മുതൽ നടന്നു വരുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് കൂടുതൽ എങ്ങനെ പരിപോഷിപ്പിച്ച് എങ്ങനെ ന്യൂ ജനറേഷൻ അനുസരിച്ച് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ചാണ് നമ്മളെ പുതിയ പുതിയ ചിന്തകളും ആലോചനകളും ഒക്കെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ചടങ്ങുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഒരു കുട്ടിയെ ദീനിയായ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുക എന്നതാണ്. നമ്മൾ എഴുത്തിനിരിക്കുക എന്നൊക്കെ പറയും പഴയ ഭാഷയിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് ഏതെങ്കിലും ഒരു കുട്ടി അനുഭവിക്കുന്ന ഈ മനസ്സായ ചടങ്ങ്. അള്ളാഹു നമ്മുടെ മദ്രസയെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന മക്കളെല്ലാം നമുക്ക് തണലാണ്, നമുക്ക് എല്ലാമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വതുമാണ് ഇരിക്കുന്ന മക്കൾ. ഇവർ വരുന്നവർ വളർന്നു വന്ന് വലുതായി വന്ന് നന്നായി വന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ സന്തോഷം ദുനിയാവിൽ അനുഭവിക്കാൻ. ഏതെങ്കിലും ഒരാൾ പറയണം അവന്റെ കുട്ടി നല്ല കച്ചാണ്, നല്ല സ്വഭാവമാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, അധ്യാപകർക്കൊക്കെ ഒരു സന്തോഷമാണ് ആ കുട്ടിയെ കുറിച്ച് എന്ന് കേൾക്കാനാണ് ഒരു രക്ഷകർത്താവ് എപ്പോഴും സന്തോഷം. ആ സന്തോഷം ഒരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടിവുണ്ടാകുന്നതല്ല, നിരന്തരമായ പരിശ്രമത്തിലൂടെ ഉണ്ടാകുന്നതാണ്. ആ പരിശ്രമം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യമുള്ള പ്രാർത്ഥനയുമാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ മക്കളെ കുറിച്ച് അവർ നന്നായി വരണമെന്നതിനെ കുറിച്ചുള്ള വലുതായി കണ്ടത് എന്ന് അദ്ദേഹം ചെയ്ത പ്രാർത്ഥനയാണ്. അതിനേക്കാൾ മുകളിലല്ല അദ്ദേഹം അവന്റെ വാപ്പയെ ഓർക്കുക, അവന്റെ ഉമ്മയെ ഓർക്കുക. അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചു പോകാനാകട്ടെ എന്റെ വാപ്പ എന്റെ ഉമ്മ പഠിച്ചവനെ എന്ന് പറയുന്ന മനസ്സ്, ആ മനസ്സിനോളം ദുനിയാവിൽ വലിപ്പമുള്ള കത്തും വീഴും. അപ്പൊ അങ്ങോട്ട് എറിയുന്നതാണ് തിരിച്ചു. കുറെ ഉപദേശങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് നൽകി. എന്നിരുന്നാലും ഏതാണ്ട് 17 വർഷമായി ഞാനും ഉസ്താദും ഞങ്ങളാണുള്ളത് പഴയ ആൾക്കാർ. ഈ പഴയ ആൾക്കാർ 17 വർഷമായി മദ്രസയിൽ പല വർഷങ്ങളായിട്ട് കൂടാണ് നമ്മുടെ മനസ്സിൽ ലഘുവ പ്രകാശം ഉണ്ടാവുക. അപ്പൊ ഇനിയും അമലും ഒത്ത് പ്രകാശമുള്ളതായി മാറണം. അതിനു വേണ്ടിയിട്ടാണ്
മദ്രസ 7ാം ക്ലാസ് വരെ വളരെ വ്യവസ്ഥാപിതമായി വളരെ കൃത്യമായി നമ്മുടെ ഈ മഹലിന് കീഴിൽ ഇവിടെ നടന്നു വരുന്നു. 7ാം ക്ലാസ് മദ്രസ പഠനം പൂർത്തിയായ വലിയൊരു സംവിധാനമാണ് മദ്രസ. സെക്രട്ടറി അവരുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ വിശേഷങ്ങളും സെക്രട്ടറി അതുപോലെ തന്നെ ഉസ്താദ് പറയുന്നുണ്ടായി. നമ്മുടെ മഹലിന്റെ ആദരണീയ നേതൃത്വം ഉസ്താദ് അവരുടെ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിട്ട് ഇന്ന് തുടക്കം കൊടുക്കുകയാണ്. وصل على سيدنا محمد وعلى آل سيدنا നമ്മുടെ ഇത്രയും കുട്ടികൾ ഡിപ്ലോമ കോഴ്സിലേക്ക് അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനിയും